കിച്ചൺ ടിപ്സ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് വ്ളോഗ്. അപ്പോൾ നമുക്ക് കുക്കറിൽ എങ്ങനെയാണ് ചോറ് വഴുക്കലൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും നമസ്കാരം. ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വൃത്തിയായിട്ട് കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചോറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതേപോലത്തെ 2 പാത്രം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരിക. ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ജയ അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരിക്ക് നല്ല വേവ് ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതിനായിട്ട് ഈ വെള്ളത്തിലേക്ക് ഞാൻ കഴുകി അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റവിന് മീതെ വയ്ക്കുക. കുക്കർ സ്റ്റവിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഹൈയിൽ തന്നെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വിസിൽ വരുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കാം. കുക്കർ സ്റ്റവിൽ വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യത്തെ വിസിൽ വരുന്നതിൻ്റെ നമുക്ക് വിസിൽ വരുന്നത് കാണാമല്ലോ. ആ സമയം സൗണ്ട് വരുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വിസിൽ വരില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് വേണം നമ്മൾ ഓണാക്കി കൊടുക്കാൻ കേട്ടോ. ഇതേപോലെ വിസിൽ വരുമെന്ന് കാണുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് തണുത്തിട്ടുണ്ട് വെച്ചാൽ നമുക്ക് നല്ല രീതിക്കുള്ള ചോറ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഫ്ലെയിം സ്പീഡിലാക്കുക, എന്നിട്ട് വിസിൽ വരുമ്പോൾ ഓഫാക്കി കൊടുക്കുക. വീണ്ടും ഒന്ന് തണുത്തതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും വിസിൽ വരുമ്പോൾ നിർത്തി കൊടുക്കുക. എന്നാൽ നമുക്ക് നല്ല ചോറ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഈ രീതിയിലാണ് കുക്കറിൽ ചോറ് വെക്കാറ്. ഒന്നുകിൽ തെർമൽ കുക്കറിൽ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യൽ. അപ്പോൾ നമുക്ക് വഴുക്കലില്ലാത്ത ചോറ് കിട്ടുകയും ചെയ്യും. നല്ല വിട്ട് കിടക്കുന്ന ചോറായിരിക്കും. അപ്പോൾ അറിയാത്തവരെന്തായാലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. നമുക്ക് നോമ്പ് സമയത്തൊക്കെ കുക്കറിൽ ചോറുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഫസ്റ്റ് വിസിൽ വരുമ്പോൾ നമ്മൾ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമ്മളിത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് അതേപോലെ തന്നെ വിസിൽ വരുമ്പോൾ ഒന്നും കൂടെ ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കിയാൽ നല്ല ചോറായിരിക്കും. അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവും. വെള്ളം ആവശ്യമുള്ളവർ കൂടുതൽ ചൂടുവെള്ളം പച്ചവെള്ളം എന്താ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചാൽ ഒഴിച്ചിട്ട് ചോറിലെ വെള്ളം നമുക്ക് വാർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല വൃത്തിയുള്ള വിട്ടിട്ടുള്ള ചോറാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഏതായാലും ഒഴിക്കണം. അതിൻ്റെ പശയൊക്കെ നമുക്ക് കളയണ്ടേ. അപ്പോൾ വെള്ളത്തിലുണ്ടാവും. അതിൻ്റെ മീതെ ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചാലും ചോറിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചോറ് നമ്മൾ വാർത്തെടുക്കുക. ഇപ്പോൾ നോമ്പിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ അരിപ്പയിൽ തന്നെ വെച്ചാൽ മതി. രാത്രി വെച്ചിട്ട് നമുക്ക് ആവശ്യം നേരത്ത് ഇതിൽ നിന്ന് തന്നെ എടുത്താൽ മതി. അപ്പോൾ ചോറിന് യാതൊരു കേടും ഉണ്ടാവില്ല. അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. കുക്കറിൽ വെച്ച ചോറ് എല്ലാവരും ഇഷ്ടപ്പെടാത്തത് അതിൻ്റെ വഴുക്കലുള്ള കാരണമാണ്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കുകയാണെന്ന് വെച്ചാൽ ചോറിന് യാതൊരു വഴുക്കലും ഉണ്ടാവില്ല. അപ്പോൾ വേവ് കൂടുതലുള്ള അരിയാണെങ്കിലും കുറവുള്ള അരിയാണെങ്കിലും നമ്മൾ ഈ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ചോറ് വേവ് അധികം ആവില്ല. നമുക്ക് വിട്ടിട്ടുള്ള ചോറ് കിട്ടുകയും ചെയ്യും. അധിക പേരും ഇപ്പോൾ സ്റ്റവിൻ്റെ മീതെ തന്നെയല്ലേ ഭക്ഷണം ഉണ്ടാക്കാറ്. അടുപ്പിൻ്റെ മീതെ ചെയ്യുന്നവർക്കും ഈ നോമ്പ് കാലത്ത് വളരെ ഉപകാരപ്പെടും. നമ്മൾ സ്റ്റവിൽ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് കുക്കറിൽ വെച്ച് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല വൃത്തിക്കുള്ള ചോറ് കിട്ടും, വഴുക്കലൊന്നുമില്ലാതെ. ഇതൊരു മിക്സഡ് വീഡിയോ ആണ്. ഇതിൽ ഞാൻ കപ്പ വെച്ചിട്ട് ചിപ്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധ ആൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു കപ്പ ഇരുന്നീന്ന് അത് വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് വൈകുന്നേരത്ത് ചായക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു കപ്പ വെച്ചിട്ട് ഞാൻ ചിപ്സ് ഉണ്ടാക്കി എടുക്കുകയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ മുറിച്ചെടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞിട്ട് നമ്മൾ വെട്ടിയെടുത്തതാണ്. ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുത്താൽ മതി. കനം കുറഞ്ഞിട്ടുള്ള കപ്പയുടെ കഷ്ണമല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെല്ലാവരും പുറത്ത് പോകുമ്പോൾ ഏറ്റവും വാങ്ങണതല്ലേ ഈ സാധനം. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും.
പുറത്തുനിന്ന് നമുക്ക് നല്ല ചൂടുള്ളത് ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പം നമ്മൾ വീട്ടിൽ കപ്പ കൊണ്ടുവരുന്ന സമയത്തൊക്കെ നമുക്ക് ഇഷ്ടത്തിന് ഒരിക്കലൊക്കെ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ നാവിന് കപ്പ എന്ന് പറഞ്ഞാൽ വഴങ്ങില്ല. ഞങ്ങളൊക്കെ പൂള ചിപ്സ് എന്നാണ് പറയാറ്. അപ്പോൾ ആർക്കും പൂള എന്ന് പറഞ്ഞാൽ മനസ്സിലാവണില്ല എന്നറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ കപ്പ എന്ന് പറയുന്നത്. ചിപ്സ് ഉണ്ടാക്കാൻ നല്ല ഷേപ്പിലൊന്നും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടൊന്നുമില്ല. എന്നാലും നല്ല രീതിക്ക് തന്നെ അത് ശരിയായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പ കൊടുന്നത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചായക്ക് വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ ശരിയായി കിട്ടി. അപ്പം അറിയാത്തവർ എന്തായാലും ഇതേപോലെയൊക്കെ ഒന്ന് വീട്ടിലുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.